പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നേരത്തെ നിരവധി മാധ്യമങ്ങളായിരുന്നു മനോളോ മാർക്കസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്നുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവൻ നുക്കമാനോവിച്ചിന്റെ പകരമായിട്ട് മനോളോ മാർക്കസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയേക്കുമെന്ന വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടറായിട്ടുള്ള മാർക്കസ് മർഗ്ലാവോ വ്യക്തത നൽകിയിരിക്കുകയാണ്. ഒരു ആരാധകൻ മാർക്കസ് മർഗ്ലാവിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ ആരാകുമോ എന്നുള്ളത്. എന്തായാലും അത് മനോളോ മാർക്കസ് ആയിരിക്കില്ല എന്നതായിരുന്നു മാർക്കസിന്റെ മറുപടി. അതുകൊണ്ട് തന്നെ അടുത്ത സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ മനോളോ മാർക്കസ് ആകാനുള്ള ചാൻസ് വളരെ കുറവ് തന്നെയാണ്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഷോർട്ട് ലിസ്റ്റിൽ ഒരുപാട് കോച്ചുകളുടെ പേരുണ്ട്. പുതിയ കോച്ചിനെ ഉടനെ തന്നെ സ്വന്തമാക്കുക എന്നതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ചുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ISL തന്നെ പരിശീലിപ്പിച്ചിട്ടുള്ള ഒരു കോച്ചിനെ സ്വന്തമാക്കാൻ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താല്പര്യം. അടുത്തൊരു വാർത്ത നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ പല താരങ്ങളും ക്ലബ്ബ് വിട്ടേക്കും. ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ മോശം പ്രകടനം കാഴ്ചവെച്ച ഒരു താരമാണ് പ്രീതം കോട്ടാൽ. അതോടൊപ്പം പ്രബീർ ദാസും ഈ ഒരു സീസണിൽ നിരാശപ്പെടുത്തുക തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രബീർ ദാസിന് ലഭിച്ച അവസരങ്ങളും വളരെ കുറവ് തന്നെയായിരുന്നു. എന്നാൽ പ്രീതം കോട്ടാലിന് അവസരം ലഭിച്ചിട്ട് പോലും തീർത്തും നിരാശപ്പെടുത്തിയ പ്രകടനമായിരുന്നു താരം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഡിഫൻസിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ പ്രീതം കോട്ടാലിന്റെ ഭാഗത്തു നിന്ന് ഈ ഒരു സീസണിൽ കാണാൻ സാധിച്ചിരുന്നു. ഇപ്പോൾ ലഭിച്ചുള്ള വാർത്ത അനുസരിച്ച് ഈ രണ്ട് താരങ്ങളും അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം ഉണ്ടായേക്കില്ല എന്നതാണ്. ഇപ്പോൾ ലഭിച്ചുള്ള വാർത്ത അനുസരിച്ച് പ്രീതം കോട്ടാലിനെയും അതുപോലെ തന്നെ പ്രബീർ ദാസിനെയും കേരള ബ്ലാസ്റ്റേഴ്സ് റിലീസ് ചെയ്തേക്കുമെന്നതാണ്. അതിന് കാരണം ഈ രണ്ട് പ്ലേയേഴ്സിന്റെയും ഈ ഒരു സീസണിലെ മോശം പ്രകടനം കാരണം തന്നെയാണ്. അടുത്ത സീസണിലേക്ക് മുന്നോടിയായിട്ട് ഇനിയും ഒരുപാട് മാറ്റങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഉണ്ടായേക്കും. അടുത്ത സീസണിലേക്ക് വേണ്ടി ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ തന്നെയാണ് SD തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.